ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഒരു എ ലൈൻ കുർത്തയുടെ മെഷർമെൻറ്റ്സ് നോക്കാം. പാറ്റേൺ മേക്കിംഗ് നോക്കാം. അതായത് നമ്മളൊരു ക്ലോത്ത് എടുത്ത് നമ്മൾ ഇതുപോലെ നാലാക്കി മടക്കിയതിന് ശേഷം നമ്മൾ ആദ്യം അതിൻ്റെ നെക്ക് ലെങ്ത്തും നെക്ക് വിഡ്ത്തും മാർക്ക് ചെയ്യും. പിന്നെ ഷോൾഡർ ലെങ്ത്ത് നമ്മൾ ഷോൾഡറിൻ്റെ നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ഇടും. ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഇട്ടു. അതിനുശേഷം നമ്മൾ പിന്നെ വേണ്ട പോയിൻ്റാണ് നമുക്ക് ആം ഹോൾ റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തു. അത് ജസ്റ്റ് കർവ് ചെയ്ത് നമ്മൾ വരച്ചു. പിന്നെ നമുക്ക് ചെസ്റ്റ് റൗണ്ട് വേണം. ഈ വന്ന ചെസ്റ്റ് റൗണ്ട്, പിന്നെ വേസ്റ്റ് റൗണ്ട് വരും. അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് നമ്മൾ താഴേക്ക് വന്നിട്ട് നമ്മൾ ഈ മെഷർമെൻറ്റ് നമ്മൾ താഴേക്ക് വരുമല്ലോ, നമ്മുടെ വേസ്റ്റ് റൗണ്ട് പ്ലസ് ഞാനൊരു 6 ഇഞ്ചസും കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട് താഴെ ബോട്ടം ലൈനിൽ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിങ്ങനെ സ്കെയിൽ വെച്ച് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടും. അപ്പോൾ ഏകദേശം ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇത് വീനെക്ക് കോളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കോളർ ഞാൻ ഇതിനകത്ത് സെപ്പറേറ്റ് ഞാൻ വേറെ ഒരു എന്താ പറയുക, നമ്മുടെ സ്റ്റിഫിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് അറ്റാച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഫ്രണ്ടിൽ വി നെക്കും അതുപോലെ തന്നെ ബാക്കിൽ ഒരു യു ഷേപ്പ് നെക്കുമാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ചെസ്റ്റ് റൗണ്ട് വേണം, വേസ്റ്റ് റൗണ്ട് വേണം. പിന്നെ ബോട്ടം ഞാൻ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു 6 ഇഞ്ചസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു എ ലൈൻ ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്നത്. കോളർ ഞാൻ രണ്ടാമത് ഞാൻ കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് വരുന്നത് ഇങ്ങനെയാണ്. കോളർ ഈ ഒരു വി ഷേപ്പ് കോളർ ഇങ്ങനെ നമ്മൾ സ്റ്റിഫിൽ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടാമത് ഇതിൻ്റെ മേലെ കൂടെ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമ്മളൊരു ടൈ കൊടുത്തിട്ടുണ്ട് സെയിം മെറ്റീരിയൽ വെച്ചിട്ട്. ഇത് ഞാൻ ഉപയോഗിച്ച ഫാബ്രിക് ടർക്കിഷ് ഓർഗൻസയാണ്. എനിക്കൊരു 1.5 മീറ്റർ തുണി വേണ്ടി വന്നില്ല ഇത് തയ്ക്കാനായിട്ട്. നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടിട്ട് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ക്ലോത്തൊക്കെ നമുക്കൊന്ന് പിടിച്ച് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മളുടെ ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.